ഡീപ് ഫേക്ക് വീഡിയോ സൃഷ്ടിക്കുന്നവരും സമൂഹ മാധ്യമങ്ങളിൽ മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നവരും കരുതിയിരുന്നോ? ഇനി നിങ്ങളെ പൊക്കാൻ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും പോലീസിന് എല്ലാ വിവരങ്ങളും നൽകും. നടി രശ്മിക മന്ദാനയുടെ ഡീപ് ഫേക്ക് വീഡിയോ കേസിൽ 4 പേരെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇങ്ങനെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഡീപ് ഫേക്ക് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്തത് ഇവരെന്നാണ് സംശയം. രശ്മിക്ക് പിന്നാലെ കാജോൾ, കത്രീന കൈഫ്, ആലിയ ഭട്ട് തുടങ്ങി നിരവധി നടിമാർ ഡീപ് ഫേക്ക് വീഡിയോകൾക്ക് ഇരകളായിരുന്നു. രശ്മിക മന്ദാനയുടെ ഡീപ് ഫേക്ക് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്തെന്ന് സംശയിക്കുന്ന 4 പേരെയാണ് ഡൽഹി പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നത്. ഇവരിൽ 3 പേരെ കുറിച്ചുള്ള വിവരങ്ങൾ ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും മാതൃകമ്പനിയായ മെറ്റ പോലീസിന് നൽകിയതാണ്. VPN സേവനം ഉപയോഗിച്ച് വ്യാജ അക്കൗണ്ടുകളിൽ നിന്നാണ് വീഡിയോ അപ്ലോഡ് ചെയ്തതെന്നാണ് കണ്ടെത്തൽ. അതേസമയം വീഡിയോ നിർമ്മിച്ചവരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. കേസിൽ 17-കാരനായ ബീഹാർ സ്വദേശിയെ നേരത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യുമെന്നാണ് സൂചന. കഴിഞ്ഞ മാസമാണ് നടി രശ്മിക മന്ദാനയുടെ ഡീപ് ഫേക്ക് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ബ്രിട്ടീഷ് യുവതിയുമായ സാറ പട്ടേലിന്റെ ദൃശ്യങ്ങളാണ് AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് രശ്മിയുടേതാക്കി മാറ്റിയത്. വീഡിയോ വ്യാപകമായി പ്രചരിക്കപ്പെട്ടതോടെയാണ് ഡൽഹി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. ഇതിന് പിന്നാലെ കാജോൾ, കത്രീന കൈഫ്, ആലിയ ഭട്ട് തുടങ്ങി നിരവധി നടിമാരുടെ ഡീപ് ഫേക്കുകൾ പ്രചരിപ്പിക്കപ്പെട്ടു. എന്നാൽ ഈ കേസുകളിലൊന്നും പ്രതികളെ കണ്ടെത്താനായിട്ടില്ല. ന്യൂസ് ഡെസ്ക്, News 18.